ഹായ് ഹലോ. അപ്പോൾ സൺഡേ ആയിട്ട് എന്താ പരിപാടി? നമുക്കിന്നൊരു ബിരിയാണി വെച്ചാലോ? ഹലോ ഗൈസ്, സൺഡേ സ്പെഷ്യൽ ബിരിയാണി. സ്വന്തം ബിരിയാണി അല്ല, വല്ലവരുടെ ബിരിയാണി കോപ്പി അടിച്ച് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. കം ഓൺ. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ കേട്ടോ. ഇതെല്ലാം കൂടെ വെച്ച് നമ്മുടെ ചിക്കൻ നന്നായിട്ട് പെരട്ടി വെക്കുക. സൈഡിൽ റൈസ് ശരിയാക്കി. റൈസ് വെക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അത് ആ പ്രപ്പോർഷനിൽ നമ്മൾ അരി റെഡിയാക്കി കൂട്ടത്തിൽ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തു. അപ്പോൾ തന്നെ 10 സബോള എടുത്ത് നല്ല കുനുകുനാന്ന് ചോപ്പറല്ല സ്ലൈസറിലരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് വറുത്തെടുക്കാനുള്ള നമ്മുടെ സബോളയാണ് കേട്ടോ ഇത്. കൂട്ടത്തിൽ ഞാൻ സൈഡിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ നല്ല വലിയ തക്കാളി 2 എണ്ണം എടുത്ത് ചോപ്പ് ചെയ്തും വെച്ചു. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ചോപ്പർ ഞാൻ ഓൺലൈൻ പർച്ചേസാണ്, പക്ഷേ സംഭവം വെറുത്താണ്. അപ്പം നമ്മുടെ ബിരിയാണി മസാലയ്ക്കുള്ള തക്കാളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, മിന്റ്, ഇതൊക്കെ അപ്പം ഇനി ഇതാണ് നമ്മുടെ ബിരിയാണി മസാലയ്ക്കുള്ള സാധനം. ഇത് ഒരു 2 വലിയ ടൊമാറ്റോ, പിന്നെ ഇത് നമ്മുടെ പച്ചമുളക്, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത്. അതെപ്പോഴും ക്രഷ് ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ ബാക്ക് ക്രഷ് ചെയ്യണം മിക്സിയിൽ. അപ്പോൾ പെട്ടെന്ന് അധികം അരഞ്ഞു പോകാതെ ഒന്ന് ചോപ്പായി കിട്ടും. പിന്നെ നമ്മുടെ മിന്റ് ലീവ്സും, അതുപോലെ നമ്മുടെ മല്ലിയിലയും, പിന്നെ ഒരു ഹാഫ് ലെമൺ. ഇനി ഇതല്ലാതെ വേറൊരു സാധനം കൊണ്ടുണ്ട്. ഒന്നുമല്ല, നമ്മുടെ യോഗട്ട്. പക്ഷേ യോഗട്ട് മേടിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് സാധാക്കി എടുത്ത് തൈരിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ബൈ. അപ്പം ബിരിയാണി മസാല ഉള്ള സാധനങ്ങളാണ്. പിന്നെ ഉള്ള പൊടികൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ബിരിയാണി മസാലയ്ക്ക് നമ്മൾ എന്ത് പൊടികളാണ് ഇടുന്നത്? നമ്മുടെ ഗരം മസാല, അതുപോലെ തന്നെ ചിക്കൻ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. എണ്ണ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞൊരു വലിയ അബദ്ധമാണ് ഞാൻ ഈ കാണിച്ചത്. ചൂടാക്കാൻ വെച്ച ഉരുളിക്കകത്ത് കയറി അങ്ങ് പിടിച്ചു. നല്ലപോലെ പുള്ളി, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ സൈഡിൽ ഞാൻ എണ്ണ ഒഴിച്ച് നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച സബോള നന്നായിട്ട് വറുത്തെടുത്തപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗോൾഡൻ ബ്രൗൺ, അതായത് ഈ പരുവത്തിലാണ് ഞാൻ എടുത്തത്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. തൊട്ടടുത്ത പാനിൽ തന്നെ ഞാൻ ചിക്കൻ വറുത്തെടുത്തു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡീപ് ഫ്രൈ അല്ല, എന്നാൽ ഷാലോ ഫ്രൈ അല്ല. നമ്മൾ ഈ ചിക്കൻ ഇതിനായിട്ട് എന്തെങ്കിലും കുക്കായി വരും, അതാണ് നമ്മുടെ ഉദ്ദേശം. ഉദ്ദേശത്തിൽ നമ്മൾ ചിക്കനും സൈഡിൽ തന്നെ നമ്മുടെ പേസ്റ്റ്, അതുപോലെ തന്നെ ഉപ്പ്, മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് നമ്മൾ ഇച്ചിരി നാരങ്ങാനീരും കൂടി ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതാണ്. ഒരു 1/4 മണിക്കൂറായിട്ടുണ്ട്. അത് നമ്മളിനി ഒരു ഭയങ്കര ഡീപ്പ് ഫ്രൈ അല്ല, എന്നാലും അത്യാവശ്യം ഒരു നന്നായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കണം. അത് വറുത്തെടുക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഏത് പരിപാടിക്കും ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഒരു കലാപരിപാടിയാണ് ഈ വറക്കുക എന്ന് പറയുന്നതല്ലേ. അപ്പോൾ പക്ഷേ ടേസ്റ്റ് വേണമെങ്കിൽ അത് വേണം. അതിനുശേഷം നമ്മുടെ വറുത്ത സംഭവങ്ങളെല്ലാം റെഡി ആയത് കാരണം ഞാൻ സൈഡിൽ ആ എണ്ണയിൽ തന്നെ നമ്മുടെ നേരത്തെ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് എല്ലാം കൂടെ അരച്ചത്, പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി, അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ, അതെല്ലാം കൂടി ഇട്ട് നമ്മുടെ മിന്റ് ലീവ്സും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും എല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ അകത്ത് മസാല ചേർക്കുന്നുണ്ട്. മസാല നമ്മുടെ സാദാ ഗരം മസാലയും പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ മസാലയും അതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. അതായത് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സബോളയും അതുപോലെ വഴണ്ട് വരുന്ന തക്കാളി എല്ലാം കൂടെ നല്ലപോലെ ബ്ലെൻഡ് ആവണം. അതിൻ്റെ അകത്ത് ഈ ബ്ലെൻഡ് ആവുന്നതിലാണല്ലോ ഇതാണ് സത്യത്തിൽ ബിരിയാണിയുടെ മസാല. ഈ മസാലയുടെ ആണ് നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ മസാല ഇട്ടു. എല്ലാം ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ അമ്മൂമ്മ ദാനൂട്ടന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനിത് ബിരിയാണി ആക്കുന്ന സമയം കൊണ്ട് അവന് ഫ്രൈഡ് റൈസ് ആക്കുകയാണെങ്കിൽ അവനെ സൈഡാക്കാമല്ലോ എന്ന് വിചാരിച്ചു അമ്മ. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് ഇന്ന് വ്യതിചലിച്ചു പോയി. അപ്പം ഞാൻ എന്താണ് ഇപ്പോൾ ഇവിടെ ചേർത്തത്? നാരങ്ങാനീരും ചേർത്തു. നേരത്തെ ഞാൻ പറഞ്ഞ യോഗട്ട് ഇല്ലാത്ത കാരണം ഞാൻ തൈരും ചേർത്തു. യോഗട്ടോ തൈരോ എന്തെങ്കിലും മതി, ഓപ്ഷനിലാണ്. ഞാൻ തൈരാണ് ചേർത്തത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇതിൻ്റെ അകത്തോട്ടിട്ട് നല്ലപോലെ ഇനി അങ്ങ് ഇളക്കി അതിനെ അതിൻ്റെ അകത്തോട്ട് മുഴുവൻ യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ മുഴുവൻ സത്ത് ആ മസാലയ്ക്കകത്തുള്ള ടേസ്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ ചിക്കനിലോട്ട് കിട്ടണം. അതുപോലെ ഇളക്കി. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ സൈഡിൽ കൂടെ എൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, നമുക്ക് ഇത് മസാല കുറഞ്ഞു പോയെന്ന്. പക്ഷേ ഒന്നുമല്ല, എല്ലാം കറക്റ്റായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചു. അതിൻ്റെ അകത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ അത് വറുത്തെടുത്തു. ഇതെല്ലാം വറക്കുമ്പോഴത്തേക്ക് ഒരു നല്ല മണം വരുമല്ലേ. പായസം വെക്കുമ്പോഴൊക്കെ ഉള്ളൊരു മണം, ആ മണം ഭയങ്കര രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ ഇങ്ങനെയൊക്കെ തിന്നാൻ. പക്ഷേ ഒരാഴ്ചത്തേക്കുള്ള കൊളസ്ട്രോൾ ഇതിനുള്ള വകയെല്ലാം ഒപ്പിക്കുന്നുണ്ട്. അത് കാരണം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ്,
അത് കറക്റ്റ് പാകത്തിനുള്ള വേവായിരുന്നു കേട്ടോ. കൂടിപ്പോയും ഇല്ല, വേവ് കൂടിപ്പോയും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ മുരിച്ച് വരിക എന്ന് പറയുന്ന പോലെ നമ്മൾ വേകാത്ത ഒരു സെറ്റപ്പില്ലേ, അതുമല്ല, അത് കറക്റ്റ് വേവായിരുന്നു. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ അരി വാർക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളൊരു നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ ചോറ് വെവ്വേറെയായി കിട്ടും. എൻ്റെ അമ്മ ഒരു ടിപ്പ് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ ആഡഡ് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ, കളർ ഒന്നും ചേർക്കാതെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാത്തിനും ഒരു പൊടിക്കയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പൊടിക്കായിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ സംഭവം എല്ലാം സെറ്റായി. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയൊക്കെ അതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഇട്ട് മസാലയൊക്കെ ഇപ്പം ഏറെക്കുറെ ചോറിനോട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ദം ഇടുക എന്നുള്ളതാണ് ഒരു പ്രോസസ്സ്. ദം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസ്കിലോട്ട് ഞാൻ പോകുന്നില്ല. കാരണം പാത്രം മറ്റേ ഒത്തിരി കട്ടിയുള്ളൊരു പാത്രം അല്ലാത്ത കാരണം എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് പിന്നെ എല്ലാം നന്നായി കുക്കായതാണ്. പിന്നെ ആ ഒരു ടേസ്റ്റ് അതിൻ്റെ അകത്തോട്ട് ആ റൈസിലോട്ടും കൂടെ പിടിക്കണം എന്നുള്ളൊരു ഇതിനാണല്ലോ നമ്മൾ ഈ ദമ്മിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് അതിൻ്റെ പുറത്ത് അടപലക എന്ന് പറയുന്നൊരു സാധനം, നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ ഈ സാധനം? അടപലക ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പണ്ട് അച്ഛൻ ചോറുണ്ടോണ്ടിരുന്ന ഏറ്റവും വലിയ പാത്രമാണിത്. ആ പാത്രത്തിൻ്റെ പുറത്ത് ഒരു അടപലക, ഇതാണ് ഞാൻ പറഞ്ഞ അടപലക. അരി വാർത്തിടുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്ക് വയ്ക്കുന്ന സാധനമാണ് ഈ അടപലക. അപ്പോൾ ഇങ്ങനെ ഈ അടപലകയൊക്കെ വെച്ചിട്ട് ബിരിയാണി റെഡിയായി, സൈഡിനുള്ള ചട്നി റെഡിയായി. ഞാൻ ദം ഇട്ടിരിക്കുകയാണ്. ഇനി ദം ഞാൻ പൊട്ടിക്കാൻ പോകാം. വലിയ ദമ്മൊന്നും അല്ല, തട്ടിക്കുട്ടി ദം, പക്ഷെ നമുക്ക് പൊട്ടിക്കാം. സംഭവം സെറ്റായോ ഇല്ലയോ എന്നറിയാത്തൊരു ടെൻഷനിലാണ് ഈ ദമ്മ് ഞാൻ എടുക്കുന്നത്. പക്ഷെ സംഭവം കലയ്ക്ക് മോനെ, നല്ല മണം വന്നു. സീരിയസ്ലി ഗൈസ്, നല്ല മണമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഒരു ഫുൾ ബിരിയാണി ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് ഇത് ആദ്യമായതായതുകൊണ്ട് എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. കാരണം ഞാനങ്ങനെ മോനും കൂടെ കൊടുക്കേണ്ട കാരണം അങ്ങനെ വേറെ വലിയ സാധനങ്ങൾ എന്തിനാ മല്ലിപ്പൊടി പോലും മസാലയായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, മസാലയുടെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം നല്ല മണം വന്നടിയെന്ന് സൈഡിൽ കൂടെ എൻ്റെ ചേട്ടൻ പറഞ്ഞപ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി. പിന്നെ മണം മാത്രം പോരല്ലോ, ഗുണവും ടേസ്റ്റും കൂടെ വേണമല്ലോ. ആ ഒരു സംഭവം കൂടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ സൈഡിൽ കൂടെ മിക്സ് ചെയ്ത് ഒരു പ്രാവശ്യം പണി പാളിയിട്ടുള്ളത് കാരണം മൊത്തം മിക്സാക്കി കുളവാക്കാതെ സൈഡിൽ നിന്ന് രണ്ടും കൂടെ കിട്ടുന്ന രീതിയിൽ, അതായത് മസാലയും ചിക്കനും റൈസും കൂടെ കിട്ടുന്ന രീതിയിൽ ഞാൻ വിളമ്പി അതൊന്ന് ബിരിയാണി പരുവത്തിലൊന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് സൈഡ് ഡിഷൊക്കെ വെക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ തട്ടിപ്പൊത്തി വെക്കട്ടെ. തട്ടിപ്പൊക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രസൻറ്റബിൾ ആക്കാം. അങ്ങനെ എൻ്റെ ബിരിയാണി വിത്ത് സൈഡ് നമ്മുടെ സാലഡ്, പിന്നെ പപ്പടത്തില്ലാത്ത കാരണം നമ്മുടെ ഷഡ്ബൻ, പിന്നെ മിൻറ്റ് ചട്നി. ഇതും എൻ്റെ ഫസ്റ്റ് പരീക്ഷണമാണ്. പക്ഷെ എല്ലാം കൂടെ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഒന്നും പറയാനില്ല ഗൈസ്, സംഭവം അടിപൊളി, ശരിക്കും സീരിയസ് ആയിട്ടും. ഓക്കെ, ബൈ.